സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ പ്രഭാവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അരുന്ധതി ഒന്ന് കാണണം, അതിന് പ്രഭ എൻ്റെ കൂടെ വരണമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രമതി, എനിക്കങ്ങനെ ചന്ദ്രമതിയുടെ കൂടെ അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. അതെന്താ പ്രഭ അങ്ങനെ പറയണേ? പ്രഭയുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിന്നേക്കണല്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ചന്ദ്രമതി, എന്തായാലും എന്നെ ആ ഋഷി അപമാനിച്ച കേസ് ഞാൻ വിട്ടില്ലേ, അതുപോലെ നീയും അതങ്ങോട്ട് വിട്ടേരെ, ഇനി അതിൻ്റെ പുറകെ പോകാനൊന്നും നിൽക്കണ്ടെന്ന് പറയുമ്പം എന്തായാലും ഞാൻ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട്, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ വാന്ന് പറയണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രമതി, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരില്ല, എന്നെ നീ പ്രതീക്ഷിക്കണ്ട, ഞാൻ കുറച്ച് പ്രശ്നത്തിലാന്നൊക്കെ പറയുമ്പം ഈ ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവികയെ കണ്ട് ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാൻ വന്ന അയാളോട് ദേവിക ആ പ്ലാന്റ് അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വെളിയിൽ ഇറങ്ങിയിട്ട് സിദ്ധാർത്ഥനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ അല്ലേ മരുമകൾ, നിങ്ങളുടെ അതേ ഗുണം തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് എൻ്റെ ഗുണമൊന്നുമല്ല, അത് മോൾക്ക് ജന്മനാ ഉള്ള ഗുണം, എന്താ ഇപ്പോൾ പറ്റിയെന്ന് ചോദിക്കുമ്പം അല്ല, ഞാൻ ആ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അത് ഇതുവരെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ജീവിക്കണ്ടേ സാറേ, അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ചന്ദ്രമതി വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ പ്രഭാവതിക്കുണ്ട്. ചന്ദ്രമതി വിളിച്ചെങ്കിലും പ്രഭാവതി മനഃപൂർവ്വം പോവാതിരുന്നതല്ല എന്നുള്ളത് ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ. ചന്ദ്രമതി ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് സ്വാഭാവികമായിട്ടും പ്രഭാവതിയോട് ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷേ പ്രഭാവതി ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോയാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് പോവാത്തത്. കാരണം വേറൊന്നുമല്ല, അരുന്ധതിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും പ്രഭാവതിക്കില്ല. സത്യങ്ങൾ പ്രഭാവതിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഋഷിയെ നന്ദൻ കൊന്നു എന്ന് അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ആ ഒരു അമ്മയുടെ മുമ്പിൽ പോയി ഞാൻ നിൽക്കും. അതുമാത്രമല്ല, അരുന്ധതി ത്യാഗരാജനെ തല്ലിയെന്നും പറഞ്ഞ് എനിക്കൊന്നും പറയാനും പറ്റില്ല. കാരണം മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന മറ്റൊരമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എന്തായാലും ചന്ദ്രമതിക്ക് ഇത്തിരി ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല, ഞാൻ പോകണമെന്ന് തീരുമാനിച്ചത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. എന്തായാലും അവളെ ഒന്നും കൂടി വിളിക്കാമെന്നും പറഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി ഫോൺ എടുത്തതും എന്താ പ്രഭ, നിൻ്റെ അഭിപ്രായം മാറിയെന്ന് ചോദിക്കുമ്പം അതല്ല ചന്ദ്രമതി, എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണം, അതുകൊണ്ട് നീ ഒന്ന് ചന്ദ്രോത്ത് വരെ വരാമോ. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റെ എന്താ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കണേ, നീ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് ചന്ദ്രമതി, അത് ഫോണിൽ കൂടെ പറയാൻ പറ്റിയതല്ല, നീ ഒന്ന് നേരിട്ട് വരാമോ, നേരിട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ വരാൻ പ്രഭ, നീ സമാധാനമായിട്ടിരിക്കുക, നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് എന്ത് ആപത്ത് വന്നാലും കൂടെ ഞാനുണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയാണ്. കെവിൻ നന്ദനെ കാണാൻ വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദ നീ ആരോടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം രഹസ്യമായി തന്നെയല്ലേ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല കെവിൻ, ഞാനെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് മണ്ടത്തരാ ചെയ്തത്, പ്രഭ ആൻറ്റിയോട് എന്തിനാ പറഞ്ഞത്, പ്രഭ ആൻറ്റിക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അത് നീ പറഞ്ഞത് നേരെ, അമ്മയ്ക്കത് താങ്ങാനൊന്നും പറ്റിയില്ല, അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു, പക്ഷേ അമ്മയോട് പറഞ്ഞതോടുകൂടി എനിക്കെൻ്റെ മനസ്സിനൊരു ധൈര്യം വന്നു. അമ്മ എന്നോട് പറഞ്ഞത്, നീ ഇനി അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, എന്ത് പ്രശ്നം വന്നാലും അമ്മ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞ്. എനിക്ക് എൻ്റെ ഒപ്പം നിൽക്കണ ഒരു അമ്മേനെയാടാ കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് അമ്മയിൽ നിന്നും മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. എന്തായാലും അമ്മയോട് പറഞ്ഞതോടുകൂടി എൻ്റെ മനസ്സിൻ്റെ പകുതി ഭാരം പോയി, ഇല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയേനെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, പ്രഭ ആൻറ്റി എന്താ പറഞ്ഞേ? ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ഇനി ആ കാര്യമേ എന്നോട് ഓർക്കണ്ടാന്ന്, ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസോ പ്രശ്നമോ വന്നാൽ ആ കേസ് അമ്മ ഏറ്റോളാന്നാണ് പറഞ്ഞേക്കണേ, ഋഷിയെ കൊന്നത് അമ്മയാണെന്ന് പോലീസിൽ ഏറ്റു പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി എനിക്ക് സമാധാനമായി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നെഞ്ചു പൊട്ടി മരിച്ചു പോയേനെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, പ്രഭ ആൻറ്റിയോട് പറഞ്ഞത് പറഞ്ഞു, ഇനി വേറെ ആരും ഈ വിവരം അറിയരുതട്ടോ എന്താന്ന് പറയുമ്പം ഇല്ല കെവിൻ, വേറെ ആരും അറിയില്ല, എൻ്റെ അമ്മയെ എനിക്ക് വിശ്വാസം, അമ്മ ഇനി ഇത് ആരോടും പറയില്ല. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല കെവിൻ, അച്ഛനൊന്നും അറിയില്ല, പ്രഭ ആൻറ്റി പറയില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മ അത് ആരോടും പറയില്ല, ദേവിയോട് പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് ഇപ്പോഴാണ് സമാധാനമായെന്ന്. പിന്നീട് നമ്മളുടെ നന്ദൻ കെവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ആ DYSPയോട് ഫോണിൽ സംസാരിച്ചത് ആരായിരുന്നു കെവിൻ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ ഇപ്പം നീ അറിയണത്, അതാരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമ്മളെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ആ സമയത്ത് ഈ നന്ദൻ പറയുന്നുണ്ട്, എന്നാലും അത് ആരാന്നൊന്നും അറിയണ്ടേ കെവിൻ എന്ന് ചോദിക്കുമ്പോൾ നീ പേടിക്കണ്ട, അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നുമല്ല, എന്താ
എന്തായാലും നീ പ്രഫാൻ്റിയോട് പറഞ്ഞ വിവരം നാലാമതൊരാൾ അറിയാതെ നീ സൂക്ഷിക്കണം എന്ന് പറയുമ്പം ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല, അമ്മ അതാരോടും പറയില്ല എന്ന്. പിന്നീട് നമ്മളുടെ കെവിനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം പ്രഭാവതി കെവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കെവിനോട് ചോദിക്കുന്നുണ്ട്, ആരാ കെവിൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് പ്രഫാൻ്റി അത് എൻ്റെ ഒരു സുഹൃത്താന്നൊക്കെ പറഞ്ഞ് കെവിൻ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇനി അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഈ വീഡിയോ എങ്ങനെയാണ് DYSPയുടെ കയ്യിലെത്തിയെന്നൊക്കെ കെവിനോട് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്തായാലും ആ കേസിൽ നിന്നും ഞങ്ങളെ DYSP ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി ഒരിക്കലും ആ കേസിൻ്റെ പുറകെ ഞങ്ങൾക്ക് നടക്കേണ്ട വരില്ല എന്ന്. പിന്നീട് ഈ പ്രഭാവതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാലും നിങ്ങൾ പേടിക്കണ്ട, കേസ് ഞാൻ ഏറ്റോളാം, ഋഷിയെ ഞാനാ കൊന്നേന്ന് പോലീസിനോട് സമ്മതിച്ചോളാം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല പ്രഫാൻ്റി സമാധാനമായിട്ടിരിക്കുന്ന. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെങ്ങോട്ടാണ്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് പ്രഭയെ ഒന്ന് കാണണം, ഞാൻ പ്രഭയുടെ അടുത്തൊരു ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോരുമ്പം ചേച്ചി ഇനി ഇത് പ്രഭാവതിയോട് പറയാൻ പോകണമെന്ന് ചോദിക്കുമ്പം പറഞ്ഞാൽ എന്താ കുഴപ്പം, പ്രഭാവതിയെ കൂട്ടി ഞാൻ അരുന്ധതിയെ കാണാനൊന്ന് പോകണ്ടെന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചേച്ചിക്ക് ഇടപെടാൻ പറ്റിയ ആളൊന്നും അല്ല അവരും അവരുടെ മോനും ഫ്രോഡുകളാന്ന് പറയുമ്പോൾ എന്നിട്ട് നീ അവരുടെ കൂട്ടുകൂടിയല്ലേ നടന്നുകൊണ്ടിരുന്നത്, എന്തായാലും ഞാൻ ആ അരുന്ധതി ഒന്ന് പോയി കാണട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ ചന്ദ്രമതി പോകാൻ ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് മുരളി പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ദേവികയെ കൊല്ലാന്ന് പറഞ്ഞിട്ട് തല ചുമന്നുകൊണ്ട് നടക്കുവാണോ എന്ന് ഫോൺ വിളിച്ച ആൾ പറഞ്ഞു എന്ന് മുരളി ഈ ചന്ദ്രമതിയോട് പറഞ്ഞിരുന്നല്ലോ. അത് ഓർത്തതും ചന്ദ്രമതി തിരിച്ചു വന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, എടാ ത്യാഗരാജ, നീ ദേവികയെ കൊല്ലാന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന്. അത് കേട്ടതും ത്യാഗരാജൻ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ത്യാഗരാജന് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ചന്ദ്രോത്തുകാർക്ക് എതിരുള്ളതാണെന്ന്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ ലാസ്റ്റായിട്ട് നിന്നോട് പറയാം, ഇനി ദേവികയ്ക്കോ ചന്ദ്രോത്തുകാർക്കോ എതിരെ ഒരു ചെറു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുമാത്രമല്ല പാർട്ടിയിലെ നേതാക്കളോട് ഞാൻ വിവരം പറയുകയും ചെയ്യും, പിന്നെ നിനക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ നിനക്ക് താക്കീത് തന്നതാ ചന്ദ്രോത്തുകാരെ ഉപദ്രവിക്കാൻ പോകണ്ടെന്ന്, അന്നൊന്നും നീ കേട്ടില്ല, വീണ്ടും നീ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇത് അവസാനത്തെ താക്കീതാ, ഇനി ഇതുപോലെ ഒരു താക്കീത് ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാ പറയണേ, ഞാൻ ദേവികയെ കൊല്ലാൻ നോക്കിയെന്നോ, നീ അങ്ങനെ ഉരുണ്ട് കളിക്കുമൊന്നും വേണ്ടടാ, നീ ദേവികയെ കൊല്ലാന്ന് ആർക്കോ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ട തെളിവൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ത്യാഗരാജൻ പിന്നെ ഒന്നും മിണ്ടണില്ല. ചന്ദ്രമതി ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും കെവിനും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ചന്ദ്രമതിയുടെ വണ്ടി വരുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി വന്നു എന്ന് തോന്നണമെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന് ചോദിക്കുമ്പം കെവിൻ അറിയില്ലേ ചന്ദ്രമതിയെ ബലരാമൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ ഉവ്വ എനിക്കറിയാം ചന്ദ്രമതി ആൻറ്റിയെ. അങ്ങനെ ചന്ദ്രമതിനെ സ്വീകരിക്കാനായിട്ട് ഈ പ്രഭാവതി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പം കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇറങ്ങുക പ്രഭാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കെവിൻ അങ്ങോട്ട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് നന്ദൻ്റെയും ദേവികയുടെയും കൂട്ടുകാരനാ, ഇവർ കൂടിയാണ് ഇപ്പോൾ പുതിയ ബിസിനസ് ആരംഭിച്ചേക്കണേന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെയോ എന്നും ചോദിച്ചാൽ അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭേ നിനക്ക് എന്താ പറ്റിയത്, നീ എന്തോ ഒരു കാര്യം എന്നോട് പറയണമെന്ന് പറഞ്ഞല്ലോ, എന്ത് കാര്യമാണ്, ഇനിയിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്ന് പറ പ്രഭയെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി ഞാനിപ്പോൾ വലിയൊരു പ്രതിസന്ധി പെട്ടേക്കുക, അതിൽ നിന്നും എങ്ങനെ കര കയറണം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരണില്ല എന്ന് പറഞ്ഞത്. എനിക്ക് അരുന്ധതിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ല. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയാണ് ഒരു മകൻ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയില്ല ചന്ദ്രമതി, അതുകൊണ്ട് എനിക്ക് അരുന്ധതിയുടെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊക്കെ പ്രഭ പറയണത് നേരെ, മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, അതൊന്നും അല്ലല്ലോ ഇപ്പോൾ പ്രശ്നം, ഋഷിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ, അവനെങ്ങോട്ട് പോയേക്കണല്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചന്ദ്രമതി കാര്യങ്ങൾ, നന്ദൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു പോയെന്ന്. അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നന്ദൻ്റെ കയ്യിൽ നിന്ന് എന്തബദ്ധം സംഭവിച്ചെന്നാണ് പ്രഭ പറയണേന്ന് ചോദിക്കുമ്പം വേറെ ഒന്നുമല്ല, അരുന്ധതിയുടെ മകനില്ലേ ഋഷി, അവനിപ്പോൾ ജീവിച്ചിരിക്കണതാണ്. അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് പ്രഭ നീ അറിഞ്ഞ്, അവനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അതല്ലേ
ചന്ദ്രമതി ഞാൻ പറഞ്ഞ നന്ദനൊരു അബദ്ധം പറ്റിയെന്ന്. എന്താ അബദ്ധം പ്രഭ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ ഋഷിയെ കൊന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രഭ നീ എന്തൊക്കെയായി പറയണേ, സത്യമാണോ ഈ കേൾക്കണേന്ന് ചോദിക്കുമ്പം അതേ ചന്ദ്രമതി, നന്ദൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, ഋഷിക്ക് സുഖമില്ലാത്തതല്ലായിരുന്നോ, ഋഷിയെ ഒന്ന് തല്ലിയതും ഋഷി മരിച്ചുപോയി, ഒരടിക്ക് തന്നെ അവൻ മരിച്ചു. നന്ദൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ വിഷമത്തിൽ നന്ദനക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്, അല്ലാതെ മീരമോളുടെ ആത്മാവ് നന്ദൻ്റെ ദേഹത്ത് കയറിയതൊന്നും ആയിരുന്നില്ല. ആ തിരുമേനി അയാളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. അത് കേട്ടതും നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.